അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാബ സ്റ്റൈല് അല്ലെങ്കിൽ ഗുജറാത്തി സ്റ്റൈല് കർണാടക സ്റ്റൈലുള്ള ദാൽ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളുണ്ടാക്കുന്ന പരിപ്പ് കറീൻ്റെ ഡിഫറെൻ്റാണ് അവരുടെ പരിപ്പ് കറീൻ്റെ ടേസ്റ്റ് എല്ലാം. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. പിന്നെ അവിടുത്തെ കറികൾക്ക് വലിയ എരിവുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങനെ തൊലിയോട് കൂടിയിട്ടാണ് വെളുത്തുള്ളി എടുക്കുന്നത്. നന്നായി കഴുകിയെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കഷ്ണം സവോളയാണ്. സവോള പകുതി മതി. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് പരിപ്പും കൂടിയാണ്. ഇനി നമുക്കൊരു കുക്കർ ഇതുപോലെ ഗ്യാസിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ്. അപ്പം സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ഇതൊന്ന് കുക്കാവാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അവരുടെ ദാൽ കറിക്ക് ദാൽ കറി തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ അടിച്ചതിന് ശേഷം വിസലിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടുത്തെ ഒത്തിരി ലൂസായിരിക്കില്ല അവിടെ ദാൽ കറി. അതൊരു അത്യാവശ്യം തിക്കോട് കൂടിയിട്ടുള്ള കറി തന്നെ ആയിരിക്കും. ഒത്തിരി ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും റൊട്ടിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെയൊക്കെ അവർ ഇതല്പം കുറേശ്ശെ ഒഴിച്ചുകൊണ്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ അധികം ഗ്രേവി ഉണ്ടാവില്ല, അത്യാവശ്യം തിക്കായിട്ടായിരിക്കും അവരുടെ പരിപ്പ് കറി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കണം. മല്ലിയിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അവർ മല്ലിയില ഇട്ടുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെയാണ് അവരിത് കഴിക്കൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു.